ഇല്ല, പോയില്ല. എനിക്ക് പോവാൻ ടൈം ആവുന്നതേ ഉള്ളൂ. അല്ല, താൻ ഇനിയും വർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, ഇത് എന്തോരം വർക്ക് ചെയ്ത് തന്നേക്കുന്ന ഈ ഒരു പ്രൊജക്ട് തന്നെ ഒരു 3-4 ദിവസത്തെ വർക്ക് ഉണ്ട്. എന്തായാലും എനിക്ക് നാളെ രാവിലെ ഒന്നും ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല സാറേ. കുഴപ്പമില്ല, നീ അത് മറ്റന്നാൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പോ എന്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡാനി, ആഹാ, എഴുന്നേറ്റോ? ഞാൻ കണ്ടായിരുന്നു നേരത്തെ ഉറങ്ങുന്നത്. പിന്നെ പാവല്ലേ വിചാരിച്ചിട്ടാ എഴുന്നേപ്പിക്കാതിരുന്നെ. ഓ, സാറും പോയില്ലായിരുന്നല്ലേ? ഇല്ല, തന്റെ വർക്ക് കൂടി കഴിഞ്ഞിട്ട് തന്നെയും കൂടി ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോവാന്ന് കരുതി. അതിന്റെ ആവശ്യമില്ലടാ, നീ പൊക്കോ, ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അതിനൊന്നും പ്രശ്നമില്ലടാ, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം, നീ പൊക്കോ. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോടാ, നീ ചെല്ല്, ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തോളാം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. സ്നേഹ, വീട്ടിൽ പോയിട്ട് വെറുതെ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യൊന്നും വേണ്ട. ഉള്ള തലവേദന കൂടത്തേ ഉള്ളൂ, മൈഗ്രെയിനൊക്കെ ഉള്ളതല്ലേ. ശരി സാറേ. വരണ്ടേ, വാ, ഞാനിപ്പോ വണ്ടി എടുക്കും. ഓ, വരുവാണേ. സ്റ്റീഫ സാറെ കണ്ടുപിടിക്ക്, എന്തൊരു കെയറിങ് ആ മനുഷ്യന്. നീ ഇപ്പൊ വരുന്നുണ്ടോ അതോ ഞാൻ നിന്നെ പൊക്കി എടുത്തോണ്ട് പോണോ? അയ്യോ വേണ്ട, വരണ. ഇതെന്താ ഇത്, അവാർഡ് ഷോയോ? സാറേ, എന്തിനൊന്ന് സംസാരിക്കുന്നേ? എനിക്ക് ബോറടിക്കുവാ. എന്ത് സംസാരിക്കാൻ? രാവിലെ മുതല് നീ ഒന്നും കഴിച്ചില്ലല്ലോ. അല്ല, വിശപ്പ് കാണില്ലേ? നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ വണ്ടി നിർത്താം, എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട സാറേ, ഞാനിനി റൂമിൽ ചെന്നിട്ട് കഴിച്ചോളാം. വേണ്ട, ചിലപ്പോ റൂമിന്റെ മുറ്റത്തെത്തുമ്പോ തന്നെ താൻ അവിടെ തല ഇറങ്ങി വീഴും. മൈഗ്രെയിൻ ഒക്കെ ഉള്ളതല്ലേ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? അപ്പോ സ്നേഹമൊക്കെ ഉണ്ട്. എന്നത് ആലോചിക്കുന്ന ഇറങ്ങുന്നില്ലേ? അല്ല സാർ, ഞാൻ ഇറങ്ങണോ? ഫുഡ് പാഴ്സൽ മേടിച്ച പോലെ. പാഴ്സലോ? അതെന്തിനാ? തനിക്ക് എന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പേടിയാണോ? പേടിയോ? നിങ്ങളെയോ? നിങ്ങൾക്ക് എന്നെയല്ലേ പേടി? അത് ശരിയാ, അതാണല്ലോ സ്വഭാവവും കോലവും. ആര് കണ്ടാലും ഒന്ന് പേടിച്ചു പോവും. അത് തന്നെ. എന്തോന്ന്? എന്താ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അല്ല, സാറിനെന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്തിലൊക്കെ എന്താ ഒരു പ്രശ്നം? എന്തോരം ചെക്കന്മാര് എന്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാം മാഷേ. മതി, നിന്റെ തള്ളുകഥ കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത്, ഫുഡ് കഴിക്കാൻ വേണ്ടിയാ. അങ്ങനെയാണ് ബോസ് പോയി ഫുഡ് മേടിച്ചിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാന്നേ. അല്ല, എന്നാ ഫുഡ് മേടിക്കുന്ന? തനിക്കെന്താ ഇവിടെ ഇരുന്ന് കഴിച്ചാല് അത് തന്നെ പിടിച്ച് കടിക്കോ? അതുകൊണ്ട് നല്ല ബോസേ, അന്ന ഒന്നും കഴിച്ചാണില്ല. എന്നെ വെയിറ്റ് ചെയ്തിരിക്കോ അവിടെ. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞ അവക്ക് പിന്നെ അത് മതി ബാക്കിയിടാൻ. അന്ന മറ്റേ പുതിയ? അവളെ തന്നെ. നമ്മളിപ്പോ ഒരുമിച്ചാ താമസിക്കുന്ന. ഓ, റൂംമേറ്റ്സ് ആണോ? അല്ല ബോസേ, നമ്മള് കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ. ഇപ്പൊ അവള് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയപ്പോ എന്റെ കൂടെ എന്റെ അപ്പാർട്ട്മെന്റിലാ ഞാൻ അവിടെ താമസിക്കുന്ന. അങ്ങനെ. എന്നാ പിന്നെ വാ, പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ എന്നതിനാ വരുന്ന സാറേ? എനിക്ക് വയ്യ. സാറ് പോയി മേടിച്ചിട്ടാ, ഞാൻ ഇവിടെ ഇരുന്നാളാം. അപ്പോ താനിവിടെ ഒറ്റയ്ക്കിരിക്കോ? പേടിയൊന്നുമില്ലേ? പേടിയോ? എനിക്ക് ആരും പേടിയില്ല. ബോസ് ചെല്ലേ. അതെനിക്കറിയാം, തനിക്ക് പാറ്റയെ മാത്രല്ലേ പേടിയുള്ളൂ. അത് പിന്നെ സാറേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ സാറ് പോയി ഫുഡ് വാങ്ങിച്ചിട്ടോ, എനിക്ക് വിശക്കുന്നു. എങ്കി പിന്നെ ആ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്തേര്. ഇവിടെ അത്ര സേഫ് അല്ല, ചെന്നൈ ടൗൺ ആണ്, അറിയാലോ. അറിയാം ബോസേ, ബോസ് ചെല്ലേ, ഞാനിവിടെ സേഫ് ആയിട്ടിരുന്നാളാം. ഇങ്ങനെന്താ ഇങ്ങനെ? ചില നേരത്തെ ഇയാളുടെ സംസാരം കണ്ടാൽ തോന്നും ഇങ്ങനെ പോലുള്ളൊരു നല്ല മനുഷ്യൻ ഈ ലോകത്തെ കാണില്ലാന്ന്. ചില സമയത്താണ് ഇങ്ങനെ പോലുള്ളൊരു കാലമാടൻ ഈ ലോകത്ത് വേറൊരാളും കാണില്ലെന്നും തോന്നും. ബട്ട് ആദ്യത്തെ പോലെയല്ല, ഇപ്പൊ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നുണ്ട്. കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ, സോഫ്റ്റ് ആക്കി എടുത്തോളാം ഞാൻ. ഇതെന്താ ഈ സമയത്ത് ഇവിടെ ഇത്ര തിരക്ക്? സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അവളെ കാലിനകത്ത് ഒറ്റക്കല്ലേ? ഒന്നുപോയി അതിനെ വിളിച്ചോണ്ട് വന്നാലോ? അത് അടക്കകുരിയുടെ അത്ര വലിപ്പമുള്ളതുകൊണ്ട് ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്നാലും അല്ല, ഈ ബോസ് എവിടെ പോയി കിടക്ക? കൊറേ നേരമല്ലോ പോയിട്ട്, കാണാനില്ലല്ലോ.
എനിക്കാണെ ചെറുതായിട്ടൊരു പേടിയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ അവളെ വിളിക്കാൻ പോയാ ഇവിടെയാണെ ആളും കൂടും. അല്ല, അവളവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ, അതിന് എനിക്കതാ പ്രശ്നം. ബട്ട് പെങ്കൊച്ചല്ലേ, ഒന്ന് പോയി വിളിച്ചോണ്ട് വന്നേക്കാം. അല്ല, ഇങ്ങനെ നീ ഫുഡ് ഉണ്ടാക്കാൻ പോയി കാണോ? പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ചിലപ്പോ ഉണ്ടാക്കാൻ പോയി കാണും. വരുന്നുണ്ട്. ഇതെന്താ കയ്യില് ഫുഡൊന്നും ഇല്ലല്ലോ? അതെ, ഒന്ന് തുറന്നേ. ഇതെന്താ സാറേ, എത്ര നേരം നിങ്ങൾ പോയിട്ട്, എന്നിട്ട് കയ്യിലാണെ ഒരു കുപ്പി വെള്ളം പോലും ഇല്ലല്ലോ? അത് അവിടെ നല്ല തിരക്കാ, കുറച്ച് ടൈം എടുക്കും ഫുഡ് റെഡി ആവാൻ. അതുകൊണ്ട് നീയും കൂടി വാ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. തിരക്കാണോ? എന്നാ പിന്നെ ഞാൻ തീരില്ല. ആൾക്കാരെ കൂടുതൽ കണ്ട എനിക്ക് പ്രശ്നം. സോഷ്യൽ ആൻസൈറ്റി ഉണ്ടേ. സോഷ്യൽ ആൻസൈറ്റി നിനക്ക്? നീ ഇപ്പോ വരുന്നുണ്ടോ ഇല്ലേ? ഡി, നിന്നോട് ചോദിച്ച വരുന്നുണ്ടോ ഇല്ലേ? സാറിങ്ങനെ അടുത്തോട്ട് വരല്ലേ? എനിക്കെന്തോ ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആവുന്ന പോലെ. ഓക്കെ. അല്ല, നീ വരുന്നുണ്ടോ? ഇനിയിപ്പോ അവിടെ ആൾക്കാരെ കൂടും, പിന്നെ നിനക്ക് ഫുഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇനി അവിടെ വരെ നടന്നു വരണ്ടേ സാറേ? എനിക്ക് വയ്യ. ഇവളെ കൊണ്ട് പറഞ്ഞാലും അനുസരിക്കത്തില്ല. ഇറങ്ങി വാടി ഇങ്ങോട്ട്. വരാൻ പറഞ്ഞ വന്നോളണം, അല്ലേലേ ഇതുപോലെയൊക്കെ ഇരിക്കും. ഓ, സോഫ്റ്റ് ഹേർട്ടല്ല, ഹാർഡ് ഹേർട്ട്. എങ്ങനെയുണ്ട് ഹാർഡ് ഹേർട്ട്? സാറേ, എന്തോരം നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എങ്ങാനും ഫുഡ് റെഡി ആവോ? ആ, ഫുഡ് കിട്ടി, വാ. ആഹാ, കിട്ടിയോ? ഇതെന്തോന്നിത്? ബുർജ് ഖലീഫ. ഇതാ. ഇതിപ്പോ 2 പേർക്കുള്ള ഫുഡ് ഉണ്ടല്ലോ സാറേ. ആ, അത് തന്റെ ഫ്രണ്ടും ഒന്നും കഴിച്ചോളില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് മേടിച്ചതാ. ആ, അങ്ങനെ. അല്ല സാറേ, ഇതായിരിക്കാ ഈ കോൾഡ് കോഫി? എനിക്ക് അത് കോഫിയോ? ഞാൻ കോഫി ഒന്നും മേടിച്ചില്ലല്ലോ. ആ, അത് ചിലപ്പോ അവര് അറിയാതെ വെച്ചതാവും. ആണോ? എങ്കിൽ പിന്നെ വണ്ടി തിരിക്ക് സാറേ, നമുക്കിത് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ട് വരാം. ഏയ് വേണ്ട, താൻ കണ്ടതല്ലേ അവിടുത്തെ തിരക്ക്. പിന്നെ ഇത് കൊടുക്കാൻ പോയാ തിരിച്ചു വരാൻ വൈകും. ഇതിന്റെ പൈസ ഞാൻ നാളെ കൊടുത്തോളാം. അല്ല ബോസേ, അപ്പോ ഈ കോഫി എന്ത് ചെയ്യും? ഇത് ഞാൻ കുടിച്ചോട്ടെ? ആ, വെറുതെ കളയുണ്ടല്ലോ, താൻ കുടിച്ചോ. താങ്ക് യു സാറേ. സാറേ, എന്തൊരു തണുപ്പാ. ആ AC ഒന്ന് ഓഫ് ചെയ്യാവോ? ഇല്ല, AC ഓഫ് ചെയ്താ എനിക്ക് ചൂടെടുക്കത്തില്ലേ? ബോസ്, എനിക്ക് സത്യമായിട്ട് തണുക്കുവോ? ഇവിടെയാണെ ഒന്നാമത് തണുപ്പോ, പിന്നെ ഈ AC കൂടെ ആവുമ്പോ പ്ലീസ് സാറേ ഒന്ന് ഓഫ് ചെയ്യ്. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോ കുറച്ച് തണുപ്പ് കൊണ്ടുവന്ന് വരും. തനിക്ക് വയ്യെങ്കിൽ ബാക്കിൽ പോയിരുന്നോ. ഓ, അത്ര പോലും AC ഓഫ് ആക്കരുത്. ഓഫ് ആക്കണ്ട, ഞാൻ ഇവിടുന്ന് തണുത്ത് മരവിച്ച് മരിച്ചു പോട്ടെ. അത് തന്നെയാ നല്ലത്. എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. ആ, ഞാനൊന്നും പറഞ്ഞില്ലേ സാറേ. ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചാട്ടെ. അത് നീ വരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനൊരു കണ്ണിച്ചാറില്ലാത്ത മനുഷ്യൻ. എനിക്ക് കണ്ടിച്ചു വരാ കുറച്ച് കുറവാ. നിന്റെ കയ്യിൽ അത് ആവശ്യത്തിലധികം ഉണ്ടല്ലോ. നിനക്ക് വേണ്ടേ കുറച്ചത് എനിക്ക് തന്നേരും. ഭഗവാനെ, ഇങ്ങനെ എന്നെക്കാളും കഷ്ടമാണല്ലോ. ഇറങ്ങിക്കോ. ഉറങ്ങിയോ? നീ അടക്ക കുരുവി, ഇതെന്ത് ഉറക്കോ? നിന്റെ വീടെത്തി, എഴുന്നേക്ക്. വീടെത്തിയോ? ഇത്ര പെട്ടെന്ന് എന്റെ വീടെത്തിയോ? അതെന്തിനാ ഇത്ര പെട്ടെന്ന് എന്റെ വീടെത്തിയ? ഞാനിവിടെ സാറിന്റെ വീട് കിടക്കാം. ഇവളെ കൊണ്ട് നീ എഴുന്നേക്ക്. ഒന്നാമത് ഇവിടെ വീടുകാലം മുഴുവൻ ഇറങ്ങി നടക്കുക. എന്റെ കൂടെ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കണ്ട അതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവര് ന്യൂസിലെ മൊത്തം പരത്തും. വേഗം എഴുന്നേക്കാൻ നോക്ക്. ആ, എഴുന്നേറ്റ്.
ഇത്ര പെട്ടെന്ന് എത്തിയോ? നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാൻ. സാറ് ഒരു കാര്യം ചെയ്യോ? എന്ത് കാര്യം? അത് ഇന്ന് വണ്ടി ഇവിടെ വെക്ക്. എന്നിട്ട് ഞാൻ ഇതിൽ ഉറങ്ങി രാവിലെ എണീറ്റ് കമ്പനിയിൽ ഇതും കൊണ്ടുവന്നോളാം. മറ്റേ വീക്ക് വന്നാലുണ്ടല്ലോ, കൊള്ളാലോ നീ. സാറേ മിണ്ടല്ലേ, ഒരു മിനിറ്റ്. എന്തു പറ്റി? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ആവോ? സാറേ സാറേ താഴെ നിൽക്ക്. ഇതേപോലെ തന്നെ കിടക്ക്. അധികം ക്ലോസ് ആവാതിരുന്നാ മതി. ഞാനാണോ ക്ലോസ് ആയത്? നീയല്ലേ? മിണ്ടല്ലേ. പോയി. സാറേ എഴുന്നേറ്റോ? സോറി ബോസേ, ഇവിടെ ഒരു പെണ്ണും പിള്ളയുണ്ട്. CCTV പോലെയാ. എന്ത് കണ്ടാലും എല്ലായിടത്തും പോയി പാടും. അതുകൊണ്ടാ. അതെ, എന്നെ വലിച്ചിട്ട് ഉമ്മ വെക്കോണോ വേണ്ടത്? അയ്യാ, ഉമ്മ വെക്കാൻ എനിക്ക് മുട്ടി നിന്നുകൊണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ ആ ടൈമില്. ആർക്കറിയാം അതുകൊണ്ട് തന്നെയാണോന്ന്. ഇങ്ങനൊരു ടൈമില് ഇങ്ങനൊരു കാറിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ചുള്ളൻ ചെക്കൻ നിൽക്കുമ്പോ ആർക്കായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായത്തിന്റെയാ, പിന്നെ അത് താനെ മാറിക്കോളും. അതെ അതെ, ചെയ്യാൻ തോന്നും. എനിക്കിപ്പോ കാരണക്കുറ്റിക്ക് നോക്കി ഒന്ന് തരാനാ തോന്നുന്നേ. എന്തേ തരട്ടെ? മതി, ഓവറാവുന്നുണ്ട് നീ. ആ, ഇയാള് വലിയ പുണ്യാളനല്ലയോ? മതി, എന്റെ കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. 7 മണി കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഓക്കെ ബോസേ, ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ നിക്ക് താങ്ക്സ് എന്നെ ഡ്രോപ്പ് ചെയ്തതിന്. പോയപ്പോ കണ്ടില്ലേ ഒരു വെൽക്കം പറഞ്ഞാൽ എന്താ അങ്ങേരുടെ ഒരു അന്നമ്മ, ഞാൻ വന്നു. ഐ ആം സോ ടയർഡ് ബേബി. ആ വന്നോ? ഇപ്പഴാണോ കുരിപ്പേ നിന്റെ വർക്ക് കഴിഞ്ഞത്? പിന്നെ വർക്ക് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറെ ബാക്കിയുണ്ട്. ഇനിയും കഴിഞ്ഞില്ലേ? പിന്നെ നീ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു? ഇത്രയും നേരം ഞാൻ എന്റെ ബോസിന്റെ കൂടെ ആയിരുന്നു. ബോസിന്റെ കൂടെയോ? ഏത് ബോസിന്റെ കൂടെ? ഡാനി സാറിന്റെ കൂടെയോ? അതേനെ, അങ്ങേരല്ല എന്റെ ബോസ്. പിന്നെ എനിക്ക് വേറെ ബോസ് ഉണ്ടോ? അമ്പടി തക്കാളി, നീ ആള് കൊള്ളാലോ. അല്ല, എന്തായിരുന്നു അവിടെ പരിപാടി? അതൊക്കെ പറയാനേ, വാ നമുക്ക് വല്ലതും പോയി കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ടേ. ആ കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. സത്യം പറടി, നീ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലേ? ഇല്ലടി, ഞാനൊരു സാധനം കഴിച്ചിട്ടില്ല. നീ വരുന്നത് നോക്കി കണ്ണില് എണ്ണ വെച്ച് കാത്തിരിക്കായിരുന്നു. എന്നിട്ട് എവിടെ കണ്ണില് എണ്ണയൊന്നും കാണാനില്ലല്ലോ. അത് ബനാന ടോക്കല്ല വെച്ചേ. വാ നമുക്ക് വെറുതെ പോയി കഴിക്കാം. എന്താ കൊണ്ടുവന്നേ? ഒന്നും കഴിച്ചില്ലത്ര. മോളാദ്യം മുഖത്തുള്ള ആ ബിസ്ക്കറ്റിന്റെ പൊടി തട്ടിക്കള, എന്നിട്ട് നിന്ന് പ്രസംഗിക്ക്. കണ്ടുപിടിച്ച് കുയിപ്പ്. അത് പിന്നെ ആ കിച്ചണിൽ പോയപ്പോ ഒരു ബിസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഒരെണ്ണം കഴിച്ചുള്ളൂ. ഒരെണ്ണം കഴിക്കാൻ, അതും നീ വിശ്വസിച്ചു. സത്യം തന്നെയാടേ, ഒന്നല്ല ഒരു 5-6 എണ്ണം കഴിച്ചു. അത്രേ കഴിച്ചോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച ബിസ്ക്കറ്റ് അത്. അതിന്ന് ഒരെണ്ണെങ്കിലും എനിക്ക് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടോ? ആടി വെച്ചിട്ടുണ്ട്. ഒന്നിന്റെ 10 കഷ്ണം വെച്ചിട്ടുണ്ട്. അല്ല അത് വിട്, എന്തായിരുന്നു നീയും ബോസും അവിടെ പരിപാടി? അതൊക്കെ ഉണ്ടെന്നേ. എന്തോന്ന് പറ കുരിപ്പേ. അതൊക്കെ പറയണോ? അയ്യടാ, നാളൊക്കെ ഉണ്ടോ നിനക്ക്? പോടി അവിടുന്ന്. നീങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. വാടി ഇങ്ങോട്ട്. വരണ എന്താണോ എന്തിനോ. ഫ്രണ്ട് സേഫ് ആയിട്ട് അവിടെ എത്തിയല്ലോ അല്ലേ? ഓ എത്തി സാറേ, വളരെ സേഫ് ആയിട്ട് തന്നെ എത്തി സാറേ. എന്താണ് ഒരു ചിരി? കിടക്കാൻ നോക്ക് കുരിപ്പേ. ഒന്നുരടി എന്നെ കിടന്നു.
കുരിപ്പേ നേര് അല്ലല്ല അലാറെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് വെക്ക്. ആ ഓഫ് ചെയ്യാം. അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നോ? നീ നീ വരുന്നില്ലേ? നിന്റെ ബോസിന്റെ അടുത്തൊന്ന് കിട്ടാൻ നിക്കണ്ട നിനക്ക്. ആഹാ അങ്ങനെ അപ്പൊ അങ്ങനെ പേടിയുണ്ടല്ലേ? പേടിച്ചിട്ടൊന്നല്ല, ചെറിയൊരു ഭയം, അതുകൊണ്ടാണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇതൊക്കെ എന്താ പറ്റി? സാറ് വിഷയം കണ്ടില്ലേ? തിരിച്ച് വിഷയടി. ആ എനിക്കറിയാം, നീ പഠിപ്പിക്കണ്ട കേട്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് പറ്റിയടോ? മുഖത്തൊരു ക്ഷീണം പോലെ. ഒന്നുമില്ല സാർ. രാത്രി ഉറങ്ങാതെ ഇരുന്ന് വർക്ക് ചെയ്ത് കാണും അല്ലേ? പിന്നെ വർക്ക് ചുമ്മാതെ സാറേ. ഇന്നലെ കഥ പറഞ്ഞു പറഞ്ഞ് എന്നെ മടുപ്പിച്ചിട്ടാ ഉറങ്ങിയത്. പിന്നെ എങ്ങനെ ക്ഷീണം കാണാതിരിക്കും? അത് ശരി, ബെസ്റ്റ്. എന്നിട്ട് ആ വർക്കിന്റെ കാര്യം എന്തായി? കംപ്ലീറ്റ് ആയില്ലേ ഇനിയും? ഇല്ല സാറേ, അത് ബോസ് നാളെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഡാനി അങ്ങനെ പറഞ്ഞോ? ആ സാറേ, പാവം പിടിച്ച സ്നേഹ കൊച്ചിനെ കണ്ട് സാറിന്റെ മനസ്സൊക്കെ അലിഞ്ഞു പോയി കാണും. മതി മതി, സുമ്മാ ഫണ്ണ് ഫണ്ണ്. ഓയ് സ്റ്റീഫൻ സാറേ, ഗുഡ് മോർണിംഗ്. ആഹാ, ആരിത്? അർജുൻ. അർജുനോ? ഏത് അർജുൻ? നോക്കിടി, ആരാ വരുന്നേ നോക്ക്. ആഹാ, താറാവ് അർജുൻ. ആഹാ, ഗുഡ് മോർണിംഗ്. 2 ആഴ്ചയായാലും മോനെ പോയിട്ട്. എന്തായി? അമ്മയുടെ അസുഖമൊക്കെ കുറവുണ്ടോ? ആ സാറേ, ഇപ്പൊ കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു വന്നത്. താറാവേ, ഓർമ്മയുണ്ടോ? അല്ല, യാരിത്? ചിന്നമ്മയാ? ചിന്നമ്മയല്ല, ഒന്നെങ്കിൽ സ്നേഹ അല്ലെങ്കിൽ ചിന്നു. അത് വിളിച്ചാ മതി. ചിന്നു ചിന്നമ്മ എല്ലാം ഒന്ന് തന്നെയുടെ. ചിന്നമ്മ മാത്രല്ല, നോമും ഇവിടെ തന്നെ ഇരിക്കേ. ആഹാ, ബാലായ അണ്ണാച്ചിയും കൂടി ഉണ്ടല്ലോ ഇവിടെ. അണ്ണാച്ചിയോ? താറാവേ, നാണം കെടുത്താതെ. ഏയ് ചുമ്മാതടേ. അല്ല, ഇതെന്താ സംഭവം? നിങ്ങളെല്ലാരും പരിചയക്കാരോ? അതെ സാറേ, കോളേജ് ഫ്രണ്ട്സാ. നമ്മളിപ്പോ ഇവിടെ ഒരു മീറ്റപ്പ് വെച്ച പോലെ ഉണ്ടല്ലോടെ. ആഹാ, കൊള്ളാലോ. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്ന് വെറുതെ ടൈം കളയണ്ട, അകത്തോട്ട് ചെല്ല്. നിങ്ങൾ എവിടുന്ന് സംസാരിക്കുന്നത് ഡാനി കണ്ടാ പിന്നെ അറിയാലോ. അല്ല സാറേ, സാറ് എവിടെ പോവാ? സാറ് എവിടെയും പോട്ടെ, അതെല്ലാം നിനക്ക് അറിയണോ? എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോവാനുണ്ട്, വേഗം തിരിച്ചു വരും. ആ ഓക്കെ സാർ, പോയിട്ട് വായോ. ആ പിന്നെ നിന്റെ സമ്മതം വേണമല്ലോ സാറിന് പോയിട്ട് വരാൻ. ചുമ്മാ തിരിയടേ. താറാവേ, മിണ്ടാതിരുന്നോ? ഇവിടെ എനിക്ക് ആവശ്യത്തിന് വേലയുള്ളതാ, നീ അത് ഇല്ലാതാക്കരുത്. പിന്നെ വിലക്ക് പറ്റിയ സാധനം, പണ്ടത്തെ താറ ചിന്നമ്മ എന്ന താറ തന്നെടേ. നീയാണൊരു മണ്ടനാണെങ്കിലും ആ പറഞ്ഞത് സത്യം തന്നെയാടേ. രണ്ടെണ്ണം എന്നെ കളിയൊക്കെ നിൽക്കാതെ വായോ. എന്റെ ബോസ് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. എന്തിനാ വെയിറ്റ് ചെയ്യണേ? അടികൂടാനല്ലേ? ശരി, പണ്ടത്തെ അടിപിടി കൂടുന്ന സ്വഭാവം ഇപ്പയും താറ ചിന്നമ്മയ്ക്ക് അതുപോലെ തന്നെ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? അതേ ഉള്ളു. പിന്നെ അർജുൻ, നിനക്ക് കുറച്ച് പെൻഡിങ് വർക്കില്ലേ? അത് ഇഷാനോട് ചോദിച്ച് ഒന്ന് ചെയ്തേക്ക് കേട്ടോ. ഓ ചെയ്യാം സാറേ. ദൈവമേ, എന്തോരം വർക്ക് പെൻഡിങ് ഉണ്ടെന്നാവോ. ഇതെല്ലാം കഴിഞ്ഞ് നിന്നെ തെക്കോട്ടേക്ക് എടുക്കേണ്ടി വരുവോ? മിക്കവാറും അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. നമ്മള് മനസ്സ വാച കർമ്മ മാറ്റി പിടിയടെ. കേട്ട് കേട്ട് മടുത്ത്. ഇവിടെ തന്നെയും വിട്ടില്ല അല്ലെ? പണ്ടത്തെ സ്വഭാവത്തിന് ഒരെണ്ണത്തിനും ഒരു മാറ്റവും ഇല്ല. ഓ, നിനക്ക് വലിയ മാറ്റമൊന്നുമില്ലടേ. പണ്ടത്തെ കളിയാക്കുന്ന സ്വഭാവം അതേപടി ഇപ്പൊ അതുപോലെ തന്നെ ഉണ്ട്. സ്നേഹയുടെ ചുള്ളം ബോസ് വരണം. സ്നേഹയുടെ ബോസോ? ഡി, നീ അങ്ങേരെയും കയ്യിലെടുത്തോ? അല്ല, സാധാരണ അങ്ങേരങ്ങനെ മെയ്യാത്ത ടൈപ്പാണല്ലോ. പിന്നെ കയ്യിലെടുക്കാൻ അങ്ങേരാര്? കുഞ്ഞു വാവയോ? അയ്യാ, തമാശയാണോ? ആഹാ, തമാശയായിരുന്നോ? ഏറ്റില്ല കേട്ടോ. ബോസ് വരണ്ട്, ഞാൻ പോയി ഒളിക്കട്ടെ. ഒളിക്കാനോ? എന്നാത്തിന്? ഇന്നലെ നടന്നത് ഞാൻ പറഞ്ഞില്ലേ,
അതാലോചിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അല്ല, നിനക്ക് ഇന്നലെ ആ സമയത്ത് ഒന്നും തോന്നിയില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ ഒരു തോന്നൽ? ആ സമയത്ത് തോന്നിയില്ല, ബട്ട് ഇപ്പോ അങ്ങനെ ഫേസ് ചെയ്യാൻ എനിക്ക് എന്തോ പോലെ. ആഹാ, എപ്പം മുതലാടി നിനക്ക് നാണൊക്കെ വന്നു തുടങ്ങിയത്? പൊടിയിടുന്നു, ഞാൻ പോവാണേ, ബൈ ബൈ. നിക്ക്, പോയി മിണ്ടല്ലേ, ഞാൻ തായുണ്ട്. ഇവൾക്കിനെന്ത് പറ്റി? വട്ടായോ? ദിവസം കൂടുന്നോറും ഇതിന്റെ വട്ട് കൂടി വരുവാണല്ലോ. ഇന്നലെ രാത്രി ലൂസായ പിരിയ ഇനിയും ടൈറ്റ് ആയിട്ടില്ല, എന്തോ ചെയ്യോന്ന് പറ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ആഹാ, ഇതാര്? എപ്പോ എത്തി? ഇപ്പോ എത്തിയതേ ഉള്ളൂ സാറേ. സാറിന് സുഖമല്ലേ? ആ, എനിക്ക് സുഖം. പിന്നെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പോ കുഴപ്പമില്ല സാറേ, റിക്കവറായി വരുന്നുണ്ട്. താങ്ക് ഗോഡ്. എല്ലാം കർത്താവിന്റെ കയ്യിലല്ലേ. എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാം. എന്തൊരു മനസ്സലവ്! ഈ മനസ്സലവെങ്ങാനും എന്നോട് കാണിച്ചിരുന്നേ ഞാനങ്ങ് അരഞ്ഞു പോയേനെ. എന്താണ് ഒരു കള്ളലക്ഷണം? ഒന്നുമില്ല സാറേ, അത് ജന്മനാ ഉള്ളതാണേ, അല്ലേടാ? അതെ അതെ, ഇവക്കത് ജന്മനാ ഉള്ളതാ, എനിക്കല്ല. ബെസ്റ്റ്, നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. അല്ല, സ്നേഹ എവിടെ പോയി? വന്നില്ലേ ഇന്ന്? സാറേ, അത് പിന്നെ സ്നേഹ ഇന്ന് ലീവാ സാറേ, അതുകൊണ്ടാണല്ലോ ഇവിടെ കാണത്തെ. എപ്പോ? ചുമ്മാ. ലീവോ? ഇന്നലെ അവള് എന്റെ കൂടെ ഉണ്ടായിട്ട്. എന്താ സാറേ, സാറെന്താ പറയാ വന്നേ? ദൈവമേ, ഇങ്ങനെ കോളാക്കും. ആ, അല്ല, ലീവിന്റെ കാര്യം അവൾ ഇന്നലെ ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പറയണ്ടാനി? അതിനുള്ള മെച്യൂരിറ്റി അവൾക്കില്ലല്ലോ. ഇപ്പം കുഞ്ഞു കൊച്ചാണെന്നാ അതിന്റെയൊക്കെ വിചാരം. ഇത് സത്തില്ലായിരുന്നോ? സ്റ്റെല്ല ചേച്ചിന്നാ ഫയറടാ. അങ്ങനെ എങ്ങനെയൊന്നും ചാവത്തില്ല പെണ്ണുമ്പിള്ള, ഏതിന്റെയോ ശാപം കിട്ടിയ വർഗ. ഇവള് ഇതിന്റെ അടിയിൽ ഒളിച്ചിരിക്കുവായിരുന്നോ? കാണിച്ചു തരാം, കിട്ടിയ അവസരം മുതലാക്ക സ്റ്റെല്ല. സ്നേഹയുടെ വോയിസല്ലേ ആ കേട്ടത്? സാറ് കേട്ടതാ? വിഷയം മാറ്റ്. ആ, അല്ല സാർ, സാറ് എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണോ? ഏയ് അല്ല, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താടാ പറഞ്ഞോ? കൈ കാലെടുക്ക് പെണ്ണുമ്പിള്ളേ, എനിക്ക് വേദന എടുക്കുവാ. അടക്കാക്കുരുവി, നീ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പ്രസൻസ് എനിക്ക് ഇവിടെ അറിയാം. ഇങ്ങോട്ട് എഴുന്നേറ്റ് പോര്. സബാഷ്. കേട്ടത് നന്നായി, അല്ലെ പെണ്ണുപിള്ള എന്റെ കൈ അരച്ചൊരു പരിവാക്കിയാനെ. താങ്ക് യു സാർ. ഇവളിങ്ങനെ കെയർ ചെയ്യുന്ന അവളുടെ തല അടിച്ച ഡാനിക്ക് എന്താ പ്രശ്നം? താറാവേ, വല്ലതും കണ്ടായിരുന്നോ? എനിക്കൊരു വേണ്ടി കണ്ടിട്ടുണ്ട് അണ്ണാച്ചി, എനിക്കും കാണാം. കണ്ടെങ്കിലേ കണക്കായി പോയി, അല്ലാതെ വായി നോക്കി നിൽക്കാൻ വന്നോളൂ. ആഹാ, കൊള്ളാലോ. ഈ പറയുന്ന പെണ്ണും പിള്ളയും ഇപ്പൊ വായി നോക്കാനല്ലേ വന്നത്? അല്ല മാഡം, മാഡത്തിനോട് ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? അതെങ്ങനെയാടാ? വിളിക്കാത്ത കല്യാണത്തിന് ചോറിനിട്ടല്ലേ ശീലമുള്ളൂ, പിന്നെ എങ്ങനാ? അത് പിന്നെ സാരില്ല മാഡം, എന്തായാലും മാറി. പൊക്കോ. അത് പൊളിച്ചടാവേ. അല്ല ഡാനി, നീ എന്താ ഇന്ന് ഈ കളർ ഡ്രസ്? ശരിയാണല്ലോ, എപ്പോഴും ഒരു കോട്ടൺ ഷർട്ടാണല്ലോ ഇടാറ്. ഇപ്പൊ ഇതെന്താ പറ്റി? ഏയ് അതൊന്നുമില്ല സ്റ്റെല്ല, ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഗിഫ്റ്റ് ചെയ്തതാ. ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഇടാൻ തോന്നി, അങ്ങനെ ഇട്ടതാ. പറയുന്നത് കേട്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, ഇതൊക്കെ നീ അറിഞ്ഞിട്ട് എനിക്ക് എന്നാത്തിനാന്ന്? എന്തായാലും ആരാണാവോ ആ വേണ്ടപ്പെട്ട ഒരാള്? ഏതെങ്കിലും പെൺപിള്ളേരാവും. ഓ റിയലി? ആരുടെ ഗിഫ്റ്റ് ആയാലും ഈ സ്യൂട്ട് ഇട്ടിട്ട് നിന്നെ നല്ല ക്യൂട്ട് ആൻഡ് ഹോട്ട് ആയിട്ടുണ്ട്. താങ്ക്സ്. അയ്യടാ, ഹോട്ട് അല്ല, കോൾഡ്. ദൃശ്യ, വൈ സോ കോൾഡ്? ആ AC ഒന്ന് കുറച്ചേക്ക്, ഭയങ്കര
തണുപ്പ്. ഡാനി, നീ ഡ്രസ്സിൽ എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാമോ? നമുക്ക് നല്ല അടിപൊളി പിക്സ് ഒക്കെ എടുക്കാം. ഡേറ്റോ? ആ ഡേറ്റ് എന്ന് വെച്ചാ ജസ്റ്റ് ലൈക്ക് ഒരു ഡിന്നർ പോലെ മതി. നമുക്ക് നല്ല അടിപൊളി പിക്സ് ഒക്കെ എടുക്കാനേ, പ്ലീസ്. ഓ ചെല്ലു 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 ചേച്ചിയല്ലേ വിളിക്കുന്ന. ഇങ്ങനെ പോവും, അതെനിക്ക് ഉറപ്പാ. ഇവിടെ എന്നാത്തിനോ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന? കാണിച്ചു തരാം. ഡാനമ്മ, നിന്നെ ഈ ഡ്രസ്സിൽ നന്നായിട്ടുണ്ട്. നമുക്കൊരു ഡിന്നറിന് പോയാലോ നാളെ? ഞാനോ? നിന്നെ അല്ല, സോറി, അർജുന്. അർജുൻ നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു ഡിന്നർ പ്ലാൻ ചെയ്താലോ? ഓ അതിനെന്താ, പോവാലോ. അപ്പോ അതാണ് കാര്യം. സ്റ്റെല, ഞാനിന്ന് നൈറ്റ് ചിലപ്പോ ഫ്രീ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോവാം. ഓ താങ്ക് യു ഡാനി, ഐ ലവ് യു സോ മച്ച്. എന്താണോ ഐ ലവ് യു ടു എന്ന് തിരിച്ചു പറയാത്തോ? സ്നേഹ, എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയാൻ വയ്യ. ഇപ്പൊ തന്നെ എന്റെ ക്യാമ്പിലോട്ടേക്ക് പോര്. ആ ബോസ്, ഞാൻ വന്നോളാം. ബോസ് ചെന്നാട്ടെ. എന്തോന്നിത്, സാറും സ്റ്റെല്ല മാഡം ഡേറ്റിങ്ങിലാണോ? അല്ല, നെറ്റ്സില. എന്തി നിങ്ങളും കൂടി പോകുന്നോ? ഡാഡാ, എന്റെ കൊച്ചിനെ പൊള്ളി എന്നാ തോന്നുന്ന. നിന്റെ അല്ലേ ഫ്രണ്ട്, ഇങ്ങനെയാ വരത്തുള്ളൂ. ശരി, എനിക്കറിയായിരുന്നടാ നീ ഇങ്ങനെ പറയുമെന്ന്. സ്നേഹ കൊച്ചേ, ഇങ്ങ് വന്നേ നീ. എന്നതാടി?